നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തേങ്ങ വറുത്തരച്ചൊരു ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടി തന്നെയാണ് ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 10-20 വെളുത്തുള്ളിയും വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മൾ ചതച്ചതാണ്. അതിൻ്റെ പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 സ്പൂൺ വിനാഗിരിയാണ്. അത് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ടിരിക്കാനും നല്ല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. ഒത്തിരി ചേർക്കണ്ട, ഇല്ലെങ്കിൽ നമ്മൾ തൈര് ചേർക്കുക, അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർക്കുക. ഇത് ഏത് വേണമെങ്കിലും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് കുഴച്ച് നന്നായിട്ട് പുരട്ടി മാറ്റി വയ്ക്കാം. കൈ കൊണ്ട് തന്നെ കൈ വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ഇത് പുരട്ടി യോജിപ്പിക്കുക. നമ്മുടെ വിനാഗിരിയും മസാലയെല്ലാം എല്ലാ സൈഡിലേക്കും ചെല്ലത്തക്ക രീതിയിൽ പുരട്ടി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റിയൊന്ന് വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് ഉപ്പും മസാലയെല്ലാം നന്നായിട്ട് പിടിക്കും. അതിന് ശേഷം നമുക്ക് കറി വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ വയ്ക്കുമ്പോൾ കറിക്ക് നല്ല ഒരു ഫ്ലേവർ ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്. നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയും മുളകും മല്ലിയും എല്ലാം വറുത്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 മുറി തേങ്ങ ചെറുതായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കുരുമുളക്, 3 ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 സ്പൂൺ പെരുംജീരകം, 2 ഗ്രാമ്പു, ഒരു ചെറിയ 2 കഷ്ണം തക്കോലം, 10-15 ഉണക്കമുളക്, 2 ടീസ്പൂൺ മല്ലി. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. മല്ലിപ്പൊടിയാണെങ്കിൽ ഇപ്പോൾ ചേർക്കാൻ പാടില്ല. മല്ലിയും മുളകും പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കരുത്. ഇത് മുഴുവനായിട്ടുള്ള മല്ലിയും മസാലകളും എല്ലാമാണ് നമ്മൾ ചേർക്കുന്നത്. അത് നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് തന്നെ വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും 2 കഷ്ണം ചുവന്നുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതേപോലെ നമ്മൾ വറുത്തരച്ച് വെക്കുന്ന കറികൾക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ മറ്റ് മസാലകളൊന്നും അധികം ചേർക്കാതെ ഇതേപോലെ വറുത്തരച്ച് വെക്കുകയാണ് കറിക്ക് ഏറ്റവും നല്ലത്. നമ്മൾ ഇതിനകത്ത് 1 സ്പൂൺ ചിക്കൻ മസാല മാത്രം ചേർത്തു. പിന്നെ ഗ്രാമ്പു, ഏലക്ക, പട്ട അതെല്ലാം നമ്മൾ തേങ്ങയുടെ കൂടെ വറുത്തരച്ചാണ് ചേർക്കുന്നത്. തേങ്ങയും മുളകും എല്ലാം നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 1/4 ഭാഗം മൂപ്പായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങയും മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. പിന്നെ പാനിൻ്റെ ചൂടുകൊണ്ട് ഒരല്പം കൂടെ ഇത് ഡ്രൈ ആയി വരും, നന്നായിട്ട് മൊരിഞ്ഞ് വരും. അപ്പോൾ ഇത്രയും മതി, നമുക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. കറി വയ്ക്കുന്നതിനായിട്ട് ഒരു മൺചട്ടിയാണ്. ചട്ടി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കുക. കടുക് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇപ്പം മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. മീഡിയം സൈസ് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 10-30 ചുവന്നുള്ളി, ചെറിയ ഉള്ളി വേണം നമ്മൾ കൂടുതലെടുക്കാൻ. മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ്, 3 പച്ചമുളക്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്തെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് സവോള, ഉള്ളിയാണ് നമ്മൾ കൂടുതലെടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പച്ചമുളക്, കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പിലയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷമേ നമ്മൾ ഇഞ്ചി ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പറയിലിട്ടിരിക്കുന്ന എല്ലാം
അടുക്കി പിടിക്കും. ആദ്യമേ ഇഞ്ചി അങ്ങോട്ട് ചേർക്കുവാണെങ്കിൽ അതങ്ങോട്ട് മൂത്ത് വരത്തുമില്ല. നമ്മൾ പിന്നീട് ഇടുന്ന ഉള്ളിയെല്ലാം നമ്മുടെ ചട്ടിയെ പറ്റി പിടിക്കും. അതിനേലും നല്ല നമ്മളിതൊന്ന് ഒരുവിധം മൂത്തതിന് ശേഷം മാത്രം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിലേക്കും കിഴങ്ങിനൊക്കെ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്താണ്, അത് കാരണം കുറച്ച് ഉപ്പേ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ പെരട്ടി വെച്ചിരുന്ന ചിക്കനെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇരുന്ന് വെന്ത് വരണം, നന്നായിട്ട് വെന്ത് വരണം. നമ്മൾ മസാലയും ഉപ്പും എല്ലാം പെരട്ടി വെച്ച ചിക്കനാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചിക്കൻ നന്നായിട്ട് വേവുന്ന വരെ ഇത് മൂടി വെച്ച് വേവിക്കാം. ആ നേരത്തിന് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന അരപ്പ്, അതായത് മസാല, തേങ്ങയും മുളകും എല്ലാം കൂടെ വറുത്തത് അരച്ചുകൊണ്ട് വരാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. കാരണം ചിക്കനിലെ വെള്ളം ഇപ്പം ഇത് ചൂടായ ഉടനെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ വെള്ളത്തിൽ വേണം ചിക്കനൊക്കെ വെന്ത് വരാനായിട്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. 5 മിനിറ്റോളമായി മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അല്ല, ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിനകത്ത് ഒട്ടും വെള്ളം ചേർത്തില്ലായിരുന്നു, ചിക്കനിലുള്ള വെള്ളമാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതേപോലെയാണ് അരച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറെല്ലാം കൂടെ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണ്ടേ. ഇനി നമ്മളിതെല്ലാം കൂടെ വറുത്തരച്ചത് കാരണം നല്ലൊരു ഫ്ലേവറാണ്. ഇപ്പം തന്നെ നല്ലൊരു വാസന നമ്മുടെ അടുക്കളയിൽ കിച്ചണിലുണ്ട്. പഴയ കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ ഇതേപോലെയാണ് കറി വയ്ക്കുന്നത്. ആ പഴയകാല കറിയുടെ ഒരു രുചിക്കൂട്ടാണിത്. ഇപ്പം എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയിട്ട് പൊടികൾ മാത്രം ചേർത്ത് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കുക. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കറിക്കൂട്ട്. ഈ ഒരു ചിക്കൻ കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അന്നൊക്കെ ചെയ്യുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ ആ ടേസ്റ്റ് ഇന്നിപ്പോൾ കിട്ടണമെന്നില്ല, ഇന്നെല്ലാം മായമല്ലേ. അപ്പം അന്നൊക്കെ ചെയ്യുന്ന കറികൾക്ക് നല്ല ടേസ്റ്റായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് 2 തക്കാളിക്കുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വറ്റി കുറുകി വന്നെച്ചാൽ മതി. നമുക്ക് ഗ്രേവി എത്രയും വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. മൂടി വെച്ച് വയ്ക്കാം. ചിക്കനും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമ്മൾ ഇളക്കി കൊടുത്തിരുന്നു. കറിയെല്ലാം നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്തലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നന്നായിട്ട് വറ്റിക്കുറുകും. ഇതേ പരുവത്തിൽ ഗ്രേവി വേണ്ട ആൾക്ക് ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പം നമ്മളൊരു 1 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്ലെയിം ഓഫാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം, പച്ചക്കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക്
കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് പകർന്നു വയ്ക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. പഴയ കാലത്ത് നമ്മുടെ അമ്മമാർ ഇതേപോലെയാണ് ചിക്കൻ കറി തയ്യാറാക്കിയിരുന്നത്. ഇപ്പോൾ ആരും ഇതേപോലെയൊന്നും മെനക്കെടാറില്ല. ഇപ്പോൾ എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം മസാലപ്പൊടിയും ചേർത്താണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ നല്ല കോമ്പിനേഷനാണ്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി.